കേരളത്ത് രാമപൊതുവാൾ കേരളത്തിലെ ഏറ്റവും വലിയ സോപാന സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലെ അമ്പലം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടുള്ളത്. അവിടെ പ്രതിഷ്ഠ ഇടയ്ക്കാണ്. അപ്പോൾ സോപാന സംഗീതത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച കേരളത്തിനെ ഓർമ്മിക്കാൻ വേണ്ടി ആളുകൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ മകൻ അരിഗോവിന്ദൻ ഇവിടെ എങ്ങനെ വന്ന് വിട്ടു? കുറെ കാലമായി കണ്ടിട്ട് താങ്കളെ. അനന്തകുമാർ സാറിന്റെ ഈ ഒരു അകൈതമായ പ്രവർത്തനങ്ങളിൽ 10-12 വർഷമായിട്ട് അത്ഭുതം കൂറി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ബുദ്ധക്ഷേത്രം ഉണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ബുദ്ധക്ഷേത്രം എന്തിനാണ് ഇവിടെയെന്ന്. അതിന്റെ ഒരു ഷോട്ട് ജയദേവ കവിയുടെ ദശാവതാര വർണ്ണനയില് ഒരു അവതാരമായി പറയുന്ന ബുദ്ധശരീര എന്നാണ്. അത്രയും നമുക്ക് മലയാളിക്ക് അത്രയും പരിചയമില്ലെങ്കിൽ പോലും ഒറീസയിലെ ജയദേവ കവി ദശാവതാരങ്ങളിൽ ഒരു അവതാരമായിട്ട് പറയുന്നത് തന്നെ ബുദ്ധശരീര എന്നാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സുതാര്യത, അതുപോലെ സായി ഗ്രാമത്തിൽ വരുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന സന്തോഷം, പ്രായമുള്ള ആളുകളുടെ ഇത്. എൻ്റെ അച്ഛൻ 60 വയസ്സുള്ളപ്പോൾ ജനിച്ച മകനാണ് ഞാൻ. അതുകൊണ്ട് പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി ആരെന്ത് ചെയ്താലും ഞാൻ അവിടെ കമ്മെന്നടിച്ച് വീഴും. അങ്ങനെയല്ലേ? അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛന്റെ ഓർമ്മയില്ല. എനിക്ക് എൻ്റെ അച്ഛനെ അദ്ദേഹത്തിന് അറിയാം. തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടയ്ക്കത്തോളിലിട്ട് തിരുവനന്തപുരത്താണ്. അച്ഛൻ്റെ കൂടെ അച്ഛൻ 60 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ 67-ാം വയസ്സിൽ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. ONV കുറുപ്പ് സാറ്, കാവാലം സാറ്, അരവിന്ദൻ സാറ്, അങ്ങനെയുള്ള ഒരുപാട് മഹാമനുഷ്യരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായത് അച്ഛൻ്റെ മകനായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബുദ്ധക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ഈ സംഗീതം കുറച്ച് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് കിട്ടിക്കോട്ടെ. അപ്പോൾ ഈ ക്ഷേത്രമൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം. കേരളത്തിലെ ഏക ബുദ്ധക്ഷേത്രമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ക്ഷേത്രം ഒരുപക്ഷെ എല്ലാ ദുഃഖങ്ങൾക്കും അടിസ്ഥാനം ആഗ്രഹമാണ് എന്ന് പറഞ്ഞ മഹാനാണ് ശ്രീബുദ്ധൻ. ഡിസർ ഈസ് ദ കോസ് ഓഫ് മിസറി എന്ന് അദ്ദേഹം പറഞ്ഞത്. എല്ലാ തൃഷ്ണകളും ഉപേക്ഷിക്കാന്നുണ്ടെങ്കിൽ പരമമായി നമുക്ക് സമാധാനം കിട്ടും. പാട്ടും സോപാന സംഗീതവും അതിനുള്ളതാണ്. നമുക്ക് പാട്ടുകൊണ്ട് ഈശ്വരനെ അനുഭവിപ്പിക്കുക എന്നതാണ് സോപാനക്കാരന്റെ വെല്ലുവിളി. അപ്പൊ കല മത്സരിക്കാനും തോൽപ്പിക്കാനും ഗിന്നസ് പ്രകടനത്തിനൊന്നും ഉള്ളതല്ല എന്നതാണ് നമ്മുടെ ഒരു നിലപാട്. കലോത്സവ മത്സരത്തിനുമല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. അത് കലോത്സവം നിരോധിക്കേണ്ടതാണെന്നാണ് ഇന്നിപ്പോ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത്. അല്ല, ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും അങ്ങേപോലുള്ള മീഡിയക്കാരൊക്കെ ധാരാളം ശക്തമായതുകൊണ്ട് പ്രതിഭകളെ കണ്ടെത്താൻ ഇനി അതിന്റെ വേറെ വഴിയുണ്ടല്ലേ? വേറെ വഴി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ 12 വർഷം മുമ്പ് എഴുതിയ ഒരു കാവ്യമാണ്. എന്തിനാണ് ഈശ്വരനെ നമ്മൾ ഭജിക്കുന്നത് എന്നതാണ്. ഞാൻ പൂന്താനത്തിന്റെ നാട്ടുകാരനും കൂടി ആയതുകൊണ്ട് ആ വരിയിൽ തുടങ്ങാം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ഹരേ 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 ദേവാ തവ നാമം ചൊല്ലിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്നുടെ സ്വപ്നമതെന്നും. ദേവാ തവ നാമം ചൊല്ലിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്നുടെ സ്വപ്നമതെന്നും. ദേവാ ഞാനാകും ജീവാത്മാവിനെ നീയാകും പരമാത്മാവിൽ ചേർക്കാനൊരു മാർഗമെനിക്ക് ഗാനാർച്ചനയഖിലം കണ്ണാ. ദേവാ തവ നാമം ചൊല്ലിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്നുടെ സ്വപ്നമതെന്നും. ദേവാ ധർമ്മം അതുമാത്രമറിഞ്ഞാൽ ചെയ്യുന്നവയെല്ലാം എന്നുടെ ധർമ്മം അതുമാത്രമറിഞ്ഞാൽ ചെമ്മേ നിൻ പാദസരോജം ശൗരേ ഹൃദി നർത്തനമാടും. ദേവാ തവ നാമം ചൊല്ലിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാര
വാരിയതാവുകയാണെന്നുടെ ഓക്കെ താങ്ക് യു ഹരിഗോവിന്ദൻ.